കമലഹാസൻ, രജനീകാന്ത് രണ്ടാളും കൂടി കമ്പൈൻഡ് ആണ്. ഡിസ്കോ ഡിസ്കോ അതുപോലെ കിട്ടില്ല കോസ്റ്റ്യൂം കേട്ടോ സാംകുട്ട, ഒരു രക്ഷയില്ല. ആ മുടിയൊക്കെ നോക്കും മീനോട്ട് എനിക്ക് ചിരി വരുന്നത്. എനിക്ക് ഇവനെ തൊട്ട് നോക്കാൻ തോന്നുന്നു ഇങ്ങനെ. ഡോണ്ട് മിസ് ദ ബെൽ ബോട്ടം. പിന്നെ ഹിപ്പി. കൊള്ളാം കൊള്ളാം, നന്നായിട്ടുണ്ട് കേട്ടോ. എപ്പോഴും സംഗീതം എന്താണ് തരേണ്ടത്? അറിയില്ല. സന്തോഷം. സംഗീതം സന്തോഷം. സന്തോഷം. ഈ പാട്ടിൽ പറയുന്നതല്ലേ, എങ്കേയും എപ്പോഴും സംഗീതം സന്തോഷം. അതാണ് സംഗീതം സന്തോഷമാണ് തന്നുകൊണ്ടിരിക്കണേ അല്ലേ? ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സോങ്, ഒരു ഐക്കോണിക് സോങ് ആണ്. SPB സാറാണ് പാടിയിരിക്കുന്നത്. മ്യൂസിക് ദ വൺ ആൻഡ് ഓൺലി വൺ MSB. മെല്ലിസൈ മെനർ അല്ലേ, അങ്ങനെയല്ലേ പറയണേ? അപ്പൊ അദ്ദേഹം തന്നെയാണ്. പിന്നെ ലിറിക്സ് എന്ന് പറയുന്നത് കൺമണി സുബു അദ്ദേഹം തന്നെയാണ്. ഈ സിനിമയുടെ പേരും ഈ പാട്ട് പോലെയാണ്, നിനൈത്താലേ ഇനിക്കും. അതിന്റെ അർത്ഥം എന്താ? നിനൈത്താൽ നമ്മളിങ്ങനെ ഓർത്താൽ മധുരിക്കും, ഓർത്താൽ തന്നെ മധുരിക്കും. അതുപോലെയാണ് ഈ പാട്ട്. ലൈഫ് സ്റ്റേജിൽ ഒരുപാട് ചേട്ടൻ പെർഫോം ചെയ്തതാണ് ഈ പാട്ട് അല്ലേ? ഇപ്പോഴും അതെ, ഇപ്പോഴും എല്ലാരും സ്ഥിരമായി പാടിക്കൊണ്ടിരിക്കുന്ന, എല്ലാരും ചോദിക്കുന്ന ഒരു പാട്ടും കൂടെയാണ്. പിന്നെ ഈ റീമിക്സും അങ്ങനെ പലതും പല കാലങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പാട്ടാണ്. അപ്പോ ഗംഭീരമാകട്ടെ മകനെ സാംസങ് സോണി. வட்டமிடும் பாட்டிருக்கும் தொட்டையிடம் அத்தனையும் இன்பமின்று துன்பமில்லை. எங்கேயும் எப்போதும் சங்கீதம் சந்தோஷம். ராத்திரிகள் வந்துவிட்டால் சாத்திரங்கள் ஓடிவிடும். வட்டமிடும் பாட்டிருக்கும் தொட்டையிடம் அத்தனையும் இன்பமின்று துன்பமில்லை. எங்கேயும் எப்போதும் சங்கீதம் சந்தோஷம். ராத்திரிகள் வந்துவிட்டால் சாத்திரங்கள் ஓடிவிடும்.
பாட்டிருக்கும் தொட்ட இடம் அத்தனையும் இன்பமின்றி துன்பமில்லை தாராரரே. காவட்டும் ஆடட்டும் கால்கள் ரெண்டு join my hug. Ha, 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 ha. தட்டட்டும் தட்டட்டும் கைகள் ரெண்டு காவட்டும் ஆடட்டும் கால்கள் ரெண்டு கடவுள் படைத்த உலகம் இது மனித சுகத்தை மறுப்பதில்லை கட்டழகும் பொன்னிருக்கும் வட்டமிடும் பாட்டிருக்கும் தொட்ட இடம் அத்தனையும் இன்பமின்றி துன்பமில்லை தாராரரே. எங்கேயும் எப்போதும் சங்கீதம் சந்தோஷம் ராத்திரிகள் வந்துவிட்டால் சாத்திரங்கள் ஓடிவிடும். സാംസങ് സോണി, വാട്ട് ഇസ് ദിസ്? താങ്ക് യു. വാട്ട് ഇസ് ദിസ്? താങ്ക് യു. എന്താ കാണിച്ചത് ഇപ്പൊ ഇവിടെ? അറിയില്ല. എന്തോ നല്ലത് സംഭവിച്ചു. ഇത്ര നേരം പാടിയ ആളാണ് ഇങ്ങനെ സംസാരിക്കണേ. ഇപ്പൊ ഭയങ്കര വിനയം. നേരത്തെ come on everybody എന്നൊക്കെ പറഞ്ഞ് അതെങ്ങനെയായിരുന്നു? അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചത് എങ്ങനെയുണ്ട്. താങ്ക് യു. ഭയങ്കര മിടുക്കനാണ് അല്ലേ സോണി ചേട്ടാ? സാമിന്റെ പേര് മാറ്റാൻ പോവാ, സാം കമലഹാസൻ. ഈ പാട്ട് എനിക്ക് തോന്നുന്നു 70s വന്ന പാട്ടാണ് അല്ലേ? 70s അല്ലേ മോനെ? അതെ. അന്ന് മെല്ലിസൈ മന്നർ, MS വിശ്വനാഥൻ ചെയ്ത പാട്ട് ഇപ്പോഴും സ്റ്റേജിൽ ഹാപ്പനിങ് സോങ് ആണ്. ആ പാട്ടാണ് ഇന്ന് സോണിമോൻ പറഞ്ഞത്, പാടിയത്. ഓക്കെ, ഇത് ഇന്ന് സാംസോണിനെ കണ്ടിട്ടേ ഇല്ല സ്റ്റേജിൽ. ഇന്ന് സാംസോണി ഇല്ലായിരുന്നു. ആ പാട്ടായി മാറി. തമിഴ് അറിയോ മോന്? ഇല്ല. ഒരുവിധം തമിഴൊക്കെ ഒരുവിധം കറക്റ്റ് ആയിട്ട് പാടി. കുറച്ച് ഡിക്ഷൻസ് അവിടെ ഇവിടെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നുള്ളത് സാരമില്ല. പക്ഷെ പാട്ടായിട്ട് മാറി, കോൺഫിഡന്റ് ആയിട്ട് പാടി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തോളെ. ആ എനർജി ഞങ്ങൾക്ക് തിരിച്ച് ഇവിടെ എത്തിച്ചു ഞങ്ങളെ. എങ്കേയും എപ്പോഴും സംഗീതം സന്തോഷം രാത്രികൾ வந்துவிட்டால் சாத்திரங்கள் ஓடிவிடும் கட்டழகும் பொன்னிருக்கும் வட்டமிடும் பாட்டிருக்கும் தொட்ட இடம் அத்தனையும் இன்பமின்றி துன்பமில்லை தாராரரே. എന്തോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എവിടെയാ? ബ്രേക്ക്ഫാസ്റ്റ് എവിടെയാണോ? ഇവിടെ അല്ല, ജപ്പാനിലാണ്. പറഞ്ഞ കേട്ടില്ലേ? ഓ കാലൈ ജപ്പാനിൽ കാപ്പി. പിന്നെ മാലൈ എന്ന് പറഞ്ഞാൽ ഈവനിങ്ങില് എവിടെയാണ്? ന്യൂയോർക്കില് ഡാൻസ് ബാർ. ഓക്കെ, പിന്നെ രാത്രി ഇരവിൽ തായ്ലൻഡിൽ ജോളി. അതുപോലെ വേറൊരു സംഭവം ഉണ്ട്. എന്താ? കട്ടഴക്. അതെങ്ങനെ പടിയാ? கட்டழகு பொன்னிருக்கும் வட்டமிடும் பாட்டிருக்கும் தொட்ட இடம் அத்தனையும் இன்பமின்றி துன்பமில்லை. അത് നന്നായിട്ട് പാടി കേട്ടോ, വളരെ നന്നായിട്ട് പാടി. അതില് വട്ടമിടും പാട്ടിருக்கு. അതിനർത്ഥം എന്താ? ജമ്പിങ് നോട്ട്സ്. ഇങ്ങനെ വട്ടമിടും പാട്ടെന്ന് പറഞ്ഞാൽ ലൂപ്പിൽ ഒരു പാട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഏത് കാലത്ത് എഴുതിയതാ വട്ടമിടും പാട്ടെന്ന്?
അന്ന് ലൂപ്പൊന്നും ഇല്ല, ആ ഈ സംഭവം ഒന്നും ഇല്ല. മനസ്സിലായില്ല, ലൂപ്പായിട്ട് പാട്ട് കേൾക്കാനും പറ്റൂല അന്ന്. ആ അതെ ആ സമയത്ത് എഴുതിയതാണ്. അപ്പൊ നാളെയിലേക്ക് എഴുതിയിരിക്കുന്ന ഗ്രേറ്റ് പോയറ്റ് ആണ് കണ്ണദാസൻ സർ. അദ്ദേഹമാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത് അതെ കേട്ടോ. അതെ അപ്പോ സാമിന്റെ എന്താണ് അവതാർ, ഏത് അവതാർ നമുക്ക് കൊടുക്കാൻ പറ്റും? മെലഡിയും പാടും, ക്ലാസിക്കൽ ടച്ചുള്ള പാട്ടും പാടാൻ പറ്റും, ഇതുപോലെ അടിച്ചുപൊളിയും പാടാൻ പറ്റും, കൂടെ പെർഫോമും ചെയ്യും. ഇത് എത്രാമത്തെ അവതാരാന്ന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല എം ജെ സർ. ഏത് വേർഷനാണ്? എത്രാമത്തെ, മേ ബി 5ഓ 6മത്തെയോ സാം കുട്ടന്റെ 5.0 വേർഷൻ ആയിരിക്കും. 5.0 ആയിരിക്കും, നമുക്ക് അങ്ങനെ പറയാം. കാലം സല്ലാപകാലം ഉലകം ഉല്ലാസകോലം ആയിരമൈരത്തങ്ങൾ ഊരും ഔടലിൽ ആനന്ദമേറും ഇൻറും ഇൻമമയം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ഇംപ്രൊവൈസേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ എങ്കേയും ഇല്ലേ, ഒരു സ്ഥലത്ത് എങ്കേയും എപ്പോതും അങ്ങനെ വരാം. അങ്ങനെ പാടിക്കേ. റാം അത് പാടി. രാരാരീ എങ്കേയും എപ്പോതും സംഗീതം സന്തോഷം. അപ്പൊ നമ്മള് മറ്റേ ട്യൂണില്ലേ ഇവര് വായിക്കുന്നില്ലേ, അതിന്റെ കൂടെ ഒക്കെ പാടാലോ. അതൊന്ന് വായിച്ചു തരാമോ? എന്നിട്ട് എങ്കേയും അതിന്റെ കൂടെ പാടാം. ഇങ്ങനെയൊക്കെ ഇംപ്രൂവൈസ് ചെയ്യാം. പല പല പാട്ടുകാർ പല പല സമയങ്ങളിൽ പാടി കേട്ടിട്ടുള്ളതാണ് ഇതൊക്കെ. അത് അങ്ങനെയൊക്കെ വന്നാൽ നന്നായിരിക്കും. 1 2 1 2 3 എന്നിട്ട് പാട്ടിലോട്ട് പോകണം. ഇത് ഞാൻ ടട്ടന്ന് ചുമ്മാ പാടുന്നേ ഉള്ളൂ. അതെങ്ങനെ വേണമെങ്കിലും ഇംപ്രൂവൈസ് ചെയ്യാം. അപ്പൊ ഇതിനകത്തൊക്കെ എന്തൊക്കെ ചെയ്യാമോ? ഒരു പെർഫോമർ അല്ലേ, തലകുത്തി മറിഞ്ഞും നമ്മൾ പാട്ടിന്റെ ഇടയിൽ സ്റ്റേജ് കുറച്ചും കൂടി യൂസ് ചെയ്യാൻ മോനെ. മോൻ അങ്ങനെ നിന്നിട്ടല്ലേ പാടിയത്, കുറച്ചൊക്കെ അങ്ങനെ മൂവ് ചെയ്യാം. അതുകൊണ്ടൊന്നും പാട്ട് തെറ്റൊന്നുമില്ല. അതെന്താന്നറിയാ സാറേ, ഞാൻ ഇപ്പൊ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് വരെ ഡാൻസ് കളിക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ ഞാൻ ഡാൻസ് കളിച്ചുകൊണ്ട് പാടിയപ്പം എനിക്ക് ഡാൻസ് കളിക്കണ്ട മോൻ, വെറുതെ ഇങ്ങനെ എല്ലാം മൂവ് ചെയ്താൽ മതി. ഇതിപ്പോ നിന്നിട്ടാ പാടിയത്. ഇങ്ങനത്തെ പാട്ടിന് കുറച്ച് മൂവ്മെന്റ്സ് ചെയ്യാം കേട്ടോ. ഇവിടെ ഒരു പൂട്ടുണ്ടല്ലോ. അയ്യോ, ഒരു ലോക്ക് ഒരു കീഴുണ്ട്, നോക്കട്ടെ. ഞാൻ അവിടുന്നേ നോക്കി വെച്ചതായത്. പാട്ട് പുറത്തു പോകാതിരിക്കാനാ തൊണ്ടയിലിട്ട് സാംകുട്ടാ, എന്തോ കിഡിലും പെർഫോമൻസ്. താങ്ക് യു. എനിക്ക് ഒത്തിരി സന്തോഷമായി സാംകുട്ടന്റെ ഇന്നത്തെ പെർഫോമൻസ് കണ്ടിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ശൈലിയും എന്ത് രീതിയിലുള്ള പാട്ടും സാംകുട്ടിന് ചേരും, അതൊരു സംശയവുമില്ല. അത് ഈ പാട്ടും കൂടെ പാടിയിട്ട് ഇത് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല തമിഴ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യുകയും ചെയ്തു സാംകുട്ടൻ. ഒരു കിഡിലം കയ്യടി സാംകുട്ടന് സ്പെഷ്യൽ ആയിട്ട് ആ ഒരു കാര്യത്തിന് കൊടുക്കേണ്ടതാണ്. മിടുക്കൻ, മിടുക്കൻ കേട്ടോ. കിഡിലം കോസ്റ്റ്യൂമും, വേറെ ഒന്നും പറയാനില്ല. അപ്പൊ നമ്മള് സാമിന് എന്ത് കൊടുക്കും? എന്ത് വേണം? അങ്ങനെ ചോദിച്ചാൽ എന്ത് പ്രതീക്ഷിക്കുന്നു? എന്ത് കിട്ടും? ജഡ്ജസ് മാർക്ക് പ്രതീക്ഷിക്കും. എത്ര മാർക്ക് ഉണ്ടാവും? അതറിയില്ല. പ്രതീക്ഷ പറഞ്ഞോളൂ. പ്രതീക്ഷ പറഞ്ഞോ. പ്രതീക്ഷ എന്നാ ചോദിച്ചാലും 100. അപ്പൊ ഇന്ന് സാംസങ് സോണിക്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 100 on 100 plus 2 stars. ഒരങ്ങനെ ഒരു മധുരമഴ. സംഗീതം സന്തോഷം രാത്രികൾ വന്നുവിട്ടാൽ സാത്തിരങ്ങൾ ഓടിവിടും. മാന്യനാട്ടോ സാംകുട്ടൻ. ഇങ്ങനെ നമ്മള് കൗണ്ട് ഡൗൺ ഒന്നും വേണ്ട, ഒരു 3 ചോക്ലേറ്റ് കിട്ടിയ ഹാപ്പിയാണ് ആള്. എത്രാമത്തെ മുട്ടായി മഴ? എനിക്കിപ്പോ 3 പ്രാവശ്യം അടുപ്പിച്ച് കിട്ടി. 3 പ്രാവശ്യം ഹാട്രിക് പെർഫോമൻസ് ആകുമ്പോഴത്തേക്കും വേറൊരു അവാർഡും കൂടെ ഉണ്ട്, പെർഫോമർ ഓഫ് ദി ഡേ. 2 ഗിഫ്റ്റ് ഉണ്ട് സാംകുട്ടന്. ഒന്നാമത്തത് നമ്മുടെ സൺഫീസ്റ്റിന്റെ മോംസ് മാജിക് ഷൈന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ, പിന്നെ നമ്മുടെ വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഓക്കെ, നന്നായി പല്ല് തേക്കണം സാംകുട്ട. പിടിച്ചോ അടുത്ത സമ്മാനം. താങ്ക് യു സാംകുട്ട.